അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്പെഷ്യൽ കാറ്റഗറി ഓഫ് വേർബ്സ് ആണ് അല്ലേ. അപ്പോൾ സ്പെഷ്യൽ കാറ്റഗറി ഓഫ് വേർബിൽ നമുക്കൊരു ക്വിക്കായൊരു റീക്യാപ്പ് നോക്കാം. സ്പെഷ്യൽ കാറ്റഗറി ഓഫ് വേർബിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു? വേർബ് വേർഡ്സിന് നമ്മൾ വേർബ്സ് ആയിട്ടല്ലാതെ വേറെ പല ആവശ്യങ്ങൾക്ക് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോ അങ്ങനെ പല ആവശ്യങ്ങൾക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഏതൊക്കെ ആവശ്യങ്ങൾക്കാണ് നമ്മൾ യൂസ് ചെയ്യണത്, എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ സ്പെഷ്യൽ കാറ്റഗറി ഓഫ് വേർബ് എന്നുള്ള ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. സേ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുമ്പോൾ ചില സമയത്ത് നമ്മൾ വേർബ് വേർഡ്സിനെ നമ്മൾ നൗൺസ് ആയിട്ട് യൂസ് ചെയ്യും അല്ലേ. അപ്പം നൗൺസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണ സമയത്ത് നമ്മൾ അതിനെ ജെറൻഡ് എന്ന് പറയും. അപ്പോൾ ജെറൻഡിൽ നമുക്കൊരു 2-3 റൂൾസ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. ചില ഫ്രേസസിന് ശേഷം അല്ലെങ്കിൽ ചില വേർഡ്സിന് ശേഷം അല്ലേ, ചില ഫ്രേസസിന് ശേഷം അല്ലെങ്കിൽ ചില വേർഡ്സിന് ശേഷം ചില കേസസിലൊക്കെ നമ്മൾ ജെറൻസ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. അതേപോലെ നമ്മൾ ചില സമയത്ത് വെർബിനെ നമ്മൾ എന്തെങ്കിലും ഒരു ആക്ഷനിൻ്റെ പർപ്പസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും. 2 ടൈപ്പ് ഉണ്ട്, പ്ലെയിൻ ഇൻഫൈനേറ്റീവ് ഉണ്ട്, ബേസ് ഇൻഫൈനേറ്റീവ് ഉണ്ട്. പർപ്പസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി വെർബിനെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ഇൻഫൈനേറ്റീവ് എന്ന് പറയും. അപ്പോൾ ചില വേർഡ്സിന് ശേഷം നമ്മൾ പ്ലെയിൻ ഇൻഫൈനേറ്റീവേ യൂസ് ചെയ്യാറുള്ളൂ. അത് ഏതൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ചില വേർഡ്സിന് ശേഷം നമ്മൾ ബേസ് ഇൻഫൈനേറ്റീവേ യൂസ് ചെയ്യാറുള്ളൂ. അത് ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതേപോലെ ചില സമയത്ത് നമ്മൾ വെർബിനെ ആഡ്ജക്റ്റീവായിട്ട് നമ്മൾ യൂസ് ചെയ്യും. നമ്മൾ അതിനെ പാർട്ടിസിപ്പിൾ എന്ന് പറയും. ചില വേർഡ്സിന് ശേഷം നമ്മൾ പ്രസൻറ്റ് പാർട്ടിസിപ്പിളാണ് നമ്മൾ യൂസ് ചെയ്യാറ്. ചില വേർഡ്സിന് ശേഷം നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് യൂസ് ചെയ്യാറ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സ്പെഷ്യൽ കാറ്റഗറി ഓഫ് വേർബിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ നോക്കിയാൽ മതി. കോമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ വന്ന് ചോദിച്ചാൽ മതി. അവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റണതാണെങ്കിൽ അവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും അപ്കമിങ് സെഷൻസിൽ നമുക്കത് ഡിസ്കസ് ചെയ്ത് പോവാം. യെസ്, അപ്പോൾ നമ്മൾ പറഞ്ഞു വേർബ്സ് എന്നുള്ള ഒരു വലിയ ചാപ്റ്ററിൽ നമുക്ക് ആ ചാപ്റ്ററിനെ 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ 3 പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത് വേർബിനെ കുറിച്ച് ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ആദ്യം ഡിസ്കസ് ചെയ്തത്. രണ്ടാമത് നമ്മൾ ഡിസ്കസ് ചെയ്തതായിരുന്നു എന്താ പറയുക, നമ്മുടെ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റിൻ്റെ റൂൾസ്. മൂന്നാമത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് നമ്മുടെ സ്പെഷ്യൽ കാറ്റഗറി ഓഫ് വേർബ്. നാലാമത്തതാണ് നമ്മുടെ ടെൻസസ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു വെർബിൻ്റെ ചാപ്റ്ററിൽ ഇപ്പോൾ നമ്മൾ 3 ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഡിസ്കസ് ചെയ്തു. ഒരു ചെറിയൊരു കാര്യം കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നമ്മുടെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു പോകും. എന്നിട്ട് നമ്മുടെ ഈ ഒരു ലെങ്തി ആയ സെഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യും. എന്നിട്ട് നമ്മൾ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റിനെ ബേസ് ചെയ്ത് ഞാനൊരു 10-100ഓളം ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കുറച്ച് ഡിസ്കസ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്യും? 4th പാർട്ടായ ടെൻസസിന് നമ്മൾ സെപ്പറേറ്റ് ആയ ഒരു സെഷനായിട്ട് നമുക്ക് കണ്ടക്ട് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ലെങ്തി ആയ ഒരു ചാപ്റ്ററാണ്. നമുക്കറിയാം നമുക്ക് 3 ടെൻസാണുള്ളത്, പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ് അല്ലേ. ആ ഓരോ ടെൻസിലും നമുക്ക് 4 കേസസ് ഉണ്ട് അല്ലേ. നമുക്ക് എന്താണ് സിമ്പിൾ ഉണ്ടാവും അല്ലേ, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് ടെൻസ് നമുക്ക് ഉണ്ടാവും. അതേപോലെ സിമ്പിൾ പാസ്റ്റ് ടെൻസ്, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് എന്നൊക്കെ ഉണ്ടാവും. അതേപോലെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉണ്ടാവും, പെർഫെക്റ്റ് കോണ്ടിന്യൂസ് ഉണ്ടാവും എന്ന് പറഞ്ഞ് ഓരോ കേസിലും നമുക്ക് ഓരോ ടെൻസിലും നമുക്ക് 4 കേസസ് പഠിക്കാനുണ്ട്. ആ ഓരോ കേസും നമ്മൾ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്ത് വരുമ്പോൾ അത് ഭയങ്കര ലെങ്തി ആയ ഒരു സെഷൻ ആയിരിക്കും. സോ നമുക്ക് ടെൻസസ് എന്നുള്ള ആ ഒരു 4th പാർട്ടിന് സെപ്പറേറ്റ് സെഷനായിട്ട് നമുക്ക് കണ്ടക്ട് ചെയ്യാം. എന്തായാലും നമ്മൾ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മളൊരു കുഞ്ഞു കാര്യം കൂടെ ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് ക്വസ്റ്റ്യൻസിൻ്റെ സെഷൻസ് നമുക്ക് നോക്കാം. യെസ്, അപ്പം നമുക്കിനി ഡിസ്കസ് ചെയ്യാൻ ബാക്കിയുള്ള ഈ കുഞ്ഞു കാര്യം എന്ന് പറയുന്നത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. യെസ്, ഓക്കെ. സോ എന്താണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ്? നമുക്കറിയാം കണ്ടീഷൻ, ഇപ്പോൾ നമ്മളൊരു കാര്യം പറയുകയാണ്, ഞാൻ നിനക്കത് ചെയ്തു തരാം പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട് എന്ന് പറയും. എന്താണ് നമ്മൾ ഈ കണ്ടീഷൻ എന്നുള്ളൊരു വേർഡ് കൊണ്ട് ഉദ്ദേശിക്കണേ? ആ ഒരു നിബന്ധന, ആ ഒരു കാര്യം നടന്നു കിട്ടിയാൽ അല്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്താൽ അല്ലെങ്കിൽ ആ ഒരു കാര്യം പറഞ്ഞാൽ അല്ലേ, എന്തെങ്കിലും ഒരു നിബന്ധനയാണ് നമ്മൾ അവിടെ വയ്ക്കുന്നത്. ഞാൻ ഈ കാര്യം നീ എനിക്ക് 10 രൂപ തന്നാൽ ഞാൻ നിനക്ക് ഈ കാര്യം പറയാം.
അല്ലെങ്കിൽ ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നീ എൻ്റെ കൂടെ വന്നാൽ ഞാൻ നിനക്ക് ഇത് മേടിച്ച് തരാം. അപ്പോൾ ആ ഒരു മേടിച്ച് തരാം അല്ലെങ്കിൽ മേടിച്ച് കൊടുക്കുക, മേടിച്ച് തരിക അല്ലെങ്കിൽ പറയുക എന്നുള്ളത് മെയിൻ ആക്ഷനാണ്. അപ്പോൾ ആ മെയിൻ ആക്ഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്? ആ മെയിൻ ആക്ഷൻ നടന്നു കിട്ടണമെങ്കിൽ, അത് നടക്കണമെങ്കിൽ നമ്മൾ അതിനൊരു കണ്ടീഷൻ വെക്കുകയാണ്. അത്തരം സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് നമ്മൾ പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഐ വിൽ see her when I will see her when she comes back. When she comes back. I'll see her when she comes back. അവൾ തിരിച്ച് വന്ന് കഴിയുമ്പം ഞാൻ അവളെ പോയി കാണാം അല്ലേ? അവൾ തിരിച്ച് വന്ന് കഴിയുമ്പം ഞാൻ അവളെ പോയി കാണാം എന്നാണ് ഈ സെൻറ്റൻസിൻ്റെ മീനിങ്. അപ്പം ഞാൻ പോയി കാണുക അല്ലെ, അവളെ പോയി കാണുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ആക്ഷൻ. അവളെ പോയി കാണുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ആക്ഷൻ. ഞാൻ എപ്പോഴാണ് അവളെ കാണാൻ പോകുന്നത്? അവൾ തിരിച്ച് വന്നതിന് ശേഷമാണ് ഞാൻ അവളെ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ മെയിൻ ആക്ഷൻ നടക്കണമെങ്കിൽ, ഐ വിൽ സീ ഹെർ എന്നുള്ള ഈ മെയിൻ ആക്ഷൻ നടക്കണമെങ്കിൽ ഇവിടെ കണ്ടീഷൻസ് അപ്ലൈഡ് ആണ്. എന്താണ് കണ്ടീഷൻ? അവൾ തിരിച്ച് വരണം. നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. You are welcome provided you behave yourself. അല്ലേ? Yes. You are welcome to the party. പാർട്ടിയിലേക്ക് നിങ്ങൾക്ക് വരാം. നിങ്ങൾ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ല. പ്രൊവൈഡഡ്, നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ ബിഹേവ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വരാം, ഇല്ലെങ്കിൽ വരണ്ട. അപ്പോൾ യു ആർ വെൽക്കം എന്നുള്ളതാണ് എന്ത്? നമ്മുടെ മെയിൻ ആക്ഷൻ. ആ പാർട്ടിയിലേക്ക് വരിക എന്നുള്ളത് ഒക്കെ ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് വരാം. അപ്പോൾ വരിക എന്നുള്ള ആ പരിപാടി, ആ മെയിൻ ആക്ഷൻ എന്തുണ്ട്? അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. നിങ്ങൾ പ്രോപ്പറായി, നിങ്ങൾ ഡീസൻ്റായി ബിഹേവ് ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് വരാം, ഇല്ലെങ്കിൽ എന്താണ്? ഇല്ലെങ്കിൽ നിങ്ങൾ വരണ്ട എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മുടെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്. എന്താണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഒരു മെയിൻ ആക്ഷൻ നടക്കണമെങ്കിൽ അതിനു വേണ്ടി നമ്മളൊരു കണ്ടീഷൻ വെക്കുക, അവിടെ നമ്മളൊരു നിബന്ധന വെക്കുകയാണെങ്കിൽ അത്തരം സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇല്ലേ, അപ്പോൾ നമ്മൾ പറഞ്ഞു കണ്ടീഷൻസ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ കണ്ടീഷൻസ് നമ്മൾ വെക്കുവാന്ന് കാണിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് വേർഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കുറച്ച് വേർഡ്സ് നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ആ വേർഡ്സ് നോക്കാം. നമുക്ക് ഇഫ് പറയാം, ഗിവൺ, പ്രൊവൈഡഡ്, നോ സൂണർ, വെൻ, പിന്നെ വേണമെങ്കിൽ അൺലെസ്, അൺടിൽ എറ്റ്സെട്ര. ഇത്തരം വേർഡ്സൊക്കെയാണ് നമ്മൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ പൊതുവേ യൂസ് ചെയ്യാറ്. നമുക്ക് നോക്കാം. ഇപ്പം ഇഫ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പം നമ്മൾ ഇഫിൻ്റെ കാര്യം ഇപ്പം എന്താണ്? ഇഫ് യു ഗോ ദർ ഓൺ ടൈം യു ക്യാൻ മീറ്റ് ഹെർ. ഇഫ് യു ഗോ ദർ ഓൺ ടൈം യു ക്യാൻ മീറ്റ് ഹെർ അല്ലേ? ഇഫ് യു ഗോ ദർ ഓൺ ടൈം യു ക്യാൻ മീറ്റ് ഹെർ. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ യു ക്യാൻ മീറ്റ് ഹെർ എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ആക്ഷൻ. യു ക്യാൻ മീറ്റ്, അവളെ മീറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്ത്? നമ്മുടെ മെയിൻ പരിപാടി. അപ്പോൾ എപ്പോഴാണ് നമുക്ക് അവളെ മീറ്റ് ചെയ്യാൻ പറ്റണത്? നമ്മൾ അങ്ങോട്ട് സമയത്തിന് പോയാലല്ലേ, നീ അങ്ങോട്ട് സമയത്തിന് പോയാൽ നിനക്ക് അവളെ മീറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. മനസ്സിലായല്ലോ? അപ്പോൾ എന്താണ്? എന്തെങ്കിലും ഒരു മെയിൻ ആക്ഷൻ നടന്നു കിട്ടണമെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു നിബന്ധനയുണ്ട്, ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഏത് വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യും? ഇഫ്, ഗിവൺ, പ്രൊവൈഡഡ്, നോ സൂണർ, വെൻ, അൺലെസ്, അൺടിൽ, ഇങ്ങനത്തെ വേർഡ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യും. നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് ഒരു എക്സാമ്പിൾ പറഞ്ഞു.
പ്രൊവൈഡഡ് വെച്ചിട്ട് അല്ലേ. പ്രൊവൈഡഡ് വെച്ച് നമ്മൾ എന്ത് എക്സാമ്പിളാണ് പറഞ്ഞത്? യു ആർ വെൽക്കം ടു ദ പാർട്ടി. നിങ്ങൾക്ക് പാർട്ടിക്ക് വരാം, അല്ലെങ്കിൽ യു ക്യാൻ കം ഓർ യു ക്യാൻ അറ്റൻഡ് ദ ഫംഗ്ഷൻ. യു ക്യാൻ അറ്റൻഡ് ദ ഫംഗ്ഷൻ പ്രൊവൈഡഡ് യു ബിഹേവ് യുവർ സെൽഫ്. പ്രൊവൈഡഡ് യു ബിഹേവ് യുവർ സെൽഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഫംഗ്ഷൻ വന്ന് അറ്റൻഡ് ചെയ്യാം, ഒരു കുഴപ്പവും ഇല്ല, പക്ഷെ നിങ്ങൾ ഡീസൻ്റായി ബിഹേവ് ചെയ്യുമെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ വരണ്ട. അപ്പോൾ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്, യു ക്യാൻ അറ്റൻഡ് ദി ഫംഗ്ഷൻ. ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ആക്ഷൻ. ആ ഒരു ആക്ഷൻ നമുക്ക് നടന്ന് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അയാൾ എന്താണ് ഡീസൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യണം. അപ്പോൾ അതാണ് നമ്മുടെ കണ്ടീഷൻ. വേറൊരു എക്സാമ്പിൾ, നമ്മൾ വെന്നിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഐ വിൽ ഗോ ആൻഡ് സീ ഹർ. ഐ വിൽ ഗോ ആൻഡ് സീ ഹർ വെൻ ഷീ കംസ് ബാക്ക്. ഞാൻ അവളെ പോയി കാണുക എന്നുള്ളതാണ് എന്ത്? എൻ്റെ മെയിൻ ആക്ഷൻ. എപ്പോഴാണ് ഞാൻ അവളെ പോയി കാണുന്നത്? അവൾ തിരിച്ച് വന്ന് കഴിയുമ്പോഴാണ്. അപ്പോൾ അവൾ തിരിച്ച് വരുന്നത് വരെ ആ ആക്ഷൻ നടക്കില്ല. അപ്പോൾ ഈ ഒരു ആക്ഷൻ നടക്കണമെങ്കിൽ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അവൾ തിരിച്ച് വരുമ്പം ഞാൻ പോയി കാണാമെന്ന് പറഞ്ഞാൽ അവൾ തിരിച്ച് വന്ന വരെ ആ ആക്ഷൻ നടക്കില്ല. അപ്പോൾ അവൾ വന്നതിന് ശേഷം മാത്രമേ ഈ ആക്ഷൻ നടക്കുകയുള്ളൂ. മനസ്സിലായല്ലോ? നമുക്ക് അൺലെസ് നോക്കാം. She will not come back. She will not come back unless he talked to her. അല്ലേ, അവൻ അവളുടെ അടുത്ത് സംസാരിക്കണത് വരെ. ഇപ്പോൾ രണ്ട് മനുഷ്യന്മാർ തമ്മിലൊരു ഇഷ്യൂ ആണെങ്കിൽ, രണ്ട് ആൾക്കാർ തമ്മിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ആണെങ്കിൽ നമ്മൾ പറയാറില്ല, നീ അവളെ വിളിച്ച് സംസാരിക്കണത് വരെ അവൾ തിരിച്ചു വരില്ല. സോ അങ്ങനെ, അപ്പോൾ അവൾ തിരിച്ചു വരിക എന്നുള്ളതാണ് മെയിൻ ആക്ഷൻ. അപ്പം നീ സംസാരിച്ചാലേ അവൾ വരുള്ളൂ. അപ്പോൾ കണ്ടീഷൻ എന്താണ്? നീ സംസാരിക്കുക എന്നുള്ളതാണ് നമ്മുടെ കണ്ടീഷൻ. അത് ചെയ്താൽ മാത്രമേ ഈ കാര്യം നടക്കുള്ളൂ. സോ അങ്ങനെ, അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം അത് ചെയ്താൽ മാത്രം, അല്ലെങ്കിൽ അതിന് ശേഷം മാത്രമേ ഈ കാര്യം നടക്കുകയുള്ളൂ എന്ന് പറയുന്ന സിറ്റുവേഷൻസിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യണം. ഇതൊക്കെയാണ് നമ്മൾ പൊതുവെ കണ്ടീഷൻ. ഇപ്പം നോ സൂണറിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഏത് സിറ്റുവേഷനിലാണ് നോ സൂണർ യൂസ് ചെയ്യുന്നത്? എന്തെങ്കിലും ഒരു കാര്യം, ആ കാര്യത്തിന് എന്താ പറയുക, ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദി ഫസ്റ്റ് ഇവൻറ്റ് അല്ലേ, എന്തെങ്കിലും ഒരു കാര്യം അത് നടന്ന പാടെ നടന്നു എന്ന് പറയുന്ന സിറ്റുവേഷൻസിലാണ് നമ്മൾ ഏത് വേർഡ് യൂസ് ചെയ്യുന്നത്? നോ സൂണർ. നമ്മൾ ഈ നോ സൂണറിൻ്റെ കാര്യം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ആഡ്വർബ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണല്ലേ. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ സെഷൻ പോയി കണ്ടാൽ മതി. നമുക്കിവിടെ സിമ്പിൾ ഒരു സെൻറ്റൻസ് നോക്കാം. ഷീ ഹാഡ് നോ സൂണർ സ്പോക്കൺ ദാൻ ദ ടെലഫോൺ റിങ് അല്ലേ, ദാൻ ദി ടെലഫോൺ റിങ്. അപ്പോൾ ടെലഫോൺ റിങ് ചെയ്യേണ്ട താമസം അവൾ സംസാരിച്ചു എന്ന് പറയണ ആ മീനിങ്ങിലാണ് നമ്മൾ നോ സൂണർ എന്നുള്ള ഈ ഒരു വേർഡ് അല്ലെങ്കിൽ ഈ ഒരു ഫ്രേസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നടന്ന കാര്യം എന്താണ്? ടെലിഫോൺ റിങ് ചെയ്തു എന്നുള്ളതാണ്. രണ്ടാമത് നടന്നതാണ് അവൾ സംസാരിച്ചു എന്നുള്ള കാര്യം. അപ്പോൾ ടെലിഫോൺ റിങ് ചെയ്യേണ്ട താമസം അവൾ സംസാരിച്ചു. സോ അങ്ങനെ, അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഇന്ന കാര്യം നടന്ന പാടെ മറ്റേ കാര്യം നടന്നു എന്ന് പറയുന്ന സിറ്റുവേഷൻസിൽ, അല്ലെങ്കിൽ അത് കേൾക്കേണ്ട താമസം, അത് പറയേണ്ട താമസം അവൾ റെഡിയായി എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറില്ലേ. സോ അങ്ങനത്തെ സിറ്റുവേഷൻസിലാണ് നമ്മൾ നോ സൂണർ എന്നുള്ള ഫ്രേസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഗിവൺ എന്നുള്ളതും നമ്മൾ പ്രൊവൈഡഡിന് പകരം യൂസ് ചെയ്യുന്നതാണ് ഗിവൺ. അപ്പോൾ ഓരോരോ എന്താ പറയുക വേർഡ്സ് നമ്മൾ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലായല്ലോ. ഒന്നും കൂടെ നോക്കിക്കോളൂ. കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു മെയിൻ ആക്ഷൻ നടക്കണം വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഒരു കണ്ടീഷൻ വെക്കുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയണത്. യെസ്. അപ്പോൾ നമുക്കതിന് ഈ വേർഡ്സ് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാറ്. ഇഫിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, അത് ഞാൻ ചെയ്താൽ, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയാൽ, അല്ലെങ്കിൽ ഞാൻ സംസാരിച്ചാൽ അല്ലേ, ആ ഒരു മീനിങ്ങിലാണ്. ഇഫ് യു ഗോ ദയർ or if you say a sorry, if you say a sorry, yes, everything will be fine. ഒരു സോറി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം എന്താ പറയുക ശരിയാവും. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ ആയാൽ, പോയാൽ എന്ന് പറയുന്ന സിറ്റുവേഷൻസിലാണ് നമ്മൾ ഇഫ് എന്നുള്ള ഈ ഒരു കണ്ടീഷണൽ വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഗിവൺ ആയാലും പ്രൊവൈഡഡ് ആയാലും യെസ്, നമ്മൾ അവിടെ ഒരു കണ്ടീഷൻ വെക്കുവാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വന്നാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണെങ്കിൽ മാത്രം നിങ്ങളത് ചെയ്താൽ മതി എന്നുള്ള മീനിങ്ങിലാണ് നമ്മൾ പ്രൊവൈഡഡ് അല്ലെങ്കിൽ ഗിവൺ എന്നുള്ള വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു നോ സൂണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇവൻറ്റ് മറ്റേ ആദ്യം നടക്കേണ്ട താമസം രണ്ടാമത്തെ കാര്യം നടന്നു എന്ന് പറയുന്ന സിറ്റുവേഷൻസിൽ നമുക്ക് നോ സൂണർ എന്ന് പറയുന്ന ആ വേർഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളതാണ് വെൻ ഇല്ല. ഇപ്പം എന്താ പറയുക, വെൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പം
എന്തെങ്കിലും ഒരു സംഭവം നടന്നതിന് ശേഷം അല്ലെങ്കിൽ അങ്ങനെ നടന്നാൽ ഞാൻ അങ്ങോട്ട് പോവാം, അല്ലെങ്കിൽ അവൾ തിരിച്ച് വന്ന് കഴിഞ്ഞ് ഞാൻ ചെയ്യാം എന്നൊക്കെ പറയണം. അങ്ങനെ ഒരു ടൈമിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഒരു ആക്ഷൻ്റെ ഒരു ടൈമിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറയണതെങ്കിൽ അവിടെ നമുക്കിപ്പം വേറൊരു എക്സാമ്പിൾ നമുക്കിത് എങ്ങനെ പറയാം. വെന്നിൻ്റെ കാര്യം പറയുമ്പോൾ when I went there അല്ലെങ്കിൽ വേണ്ട, when I went there വേണ്ട, I can help you or I'll help you when I come back there. ഞാൻ അങ്ങോട്ട് തിരിച്ച് വന്നതിന് ശേഷം ഞാൻ നിന്നെ സഹായിക്കാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ഷൻ നടന്നതിന് ശേഷം അത് ചെയ്യാം. ഒരു ടൈം അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ആക്ഷൻ്റെ ഒരു സീക്വൻസ്, അങ്ങനെ ഒരു സീക്വൻഷ്യൽ ആക്ഷൻ എന്നൊക്കെ പറയുന്ന അത്തരം സിറ്റുവേഷൻസിൽ നമുക്ക് വേണമെങ്കിൽ വെൻ എന്നുള്ളൊരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അൺലെസ്സിൻ്റെ കാര്യം, നീ അത് ചെയ്യണത് വരെ ഇത് നടക്കില്ല, അല്ലെങ്കിൽ നീ അത് ചെയ്യണത് വരെ ഇതിങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഉള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ അൺലെസ് യു ഗോ ആൻഡ് ടോക്ക് ടു ഹർ ഷി വിൽ നോട്ട് കം ബാക്ക്. നീ അവിടെ പോയി സംസാരിക്കണത് വരെ, നീ അങ്ങനെ പോയി സംസാരിക്കണത് വരെ അവൾ വരാൻ പോണില്ല. സോ ആ ഒരു മീനിങ്ങിലാണ് നമ്മൾ അൺലെസ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. അൺടിൽ, ഒരു കാര്യം നടക്കണത് വരെ, അൺടിൽ നമ്മളൊരു എന്താ പറയുക, she was standing there അല്ലെങ്കിൽ she was standing there വേണ്ട, you have to be there until I reach there. ഞാൻ അവിടെ വന്നത് വരെ നീ അവിടെ ഉണ്ടാവണം. സോ അങ്ങനെ ഇപ്പം അങ്ങനത്തെ മീനിങ്ങിലാണ് നമ്മൾ അൺടിൽ എന്നുള്ള ഈ ഒരു വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. യെസ്, പക്ഷെ നമുക്ക് എക്സാമിന് ഇതിപ്പോൾ ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് ബേസിക് ആയ കാര്യങ്ങളാണ്. നമുക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഇതൊന്നും അല്ല അവർ ചോദിക്കുക, നമുക്ക് ചോദിക്കണത് വേറെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ എന്താണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നുള്ളത് മനസ്സിലായല്ലോ. യെസ്, ജസ്റ്റ് നമുക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, ഇതിൻ്റെ ബേസിക്കായ കാര്യങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. യെസ്, അൺലെസ് നമ്മളിവിടെ പറയുമ്പം ഗിവണും പ്രൊവൈഡഡും നമ്മൾ ഏകദേശം ഒരു സെയിം മീനിങ്ങിലാണ് നമ്മൾ യൂസ് ചെയ്യുക. അതേപോലെ അൺലെസ്സും അൺടിലും നമ്മൾ ഏകദേശം ഒരു സെയിം മീനിങ്ങിലാണ് നമ്മൾ അൺലെസ് ആൻഡ് അൺടിൽ എന്നുള്ള രണ്ട് വേർഡ്സും നമ്മൾ യൂസ് ചെയ്യാറ്. യെസ്, ഓക്കെ. അപ്പോൾ നമുക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് റൂൾസ് ആണ്, നമുക്ക് നോക്കാം. അതായത് നമുക്കറിയാം ചില വേർഡ്സിന് ശേഷം സേ ഫോർ എക്സാമ്പിൾ വിഷ് അല്ലെങ്കിൽ ആസ് ഇഫ്, ആസ് ദോ അല്ലെങ്കിൽ ഇഫ്, ഓക്കെ, ഇങ്ങനത്തെ വേർഡ്സിന് ശേഷം ഇത്തരം വേർഡ്സിലൊക്കെ ഇങ്ങനത്തെ വേർഡ്സിന് ശേഷം നമ്മൾ ജനറലി നമ്മൾ എന്താണ് യൂസ് ചെയ്യാറെന്ന് വെച്ചാൽ പാസ്റ്റ് ടെൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യാറ്, അതും അതിൻ്റെ പ്ലൂറൽ ഫോമിലാണ് നമ്മൾ യൂസ് ചെയ്യാറ്. ഓക്കെ, അതായത് വിഷ്, ആസ് ഇഫ്, ആസ് ദോ അല്ലെങ്കിൽ ഇഫ് എന്ന് പറയുന്ന ഇത്തരം വേർഡ്സിന് ശേഷം നമ്മൾ പൊതുവെ പാസ്റ്റ് ടെൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യാറ്. ആ പാസ്റ്റ് ടെൻസിൻ്റെ പ്രത്യേകത അത് നമ്മൾ അതിൻ്റെ പ്ലൂറൽ ഫോമിലാണ് നമ്മൾ യൂസ് ചെയ്യാറ്. ഈ വേർഡ്സൊക്കെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മുടെ ഒരു ഇമാജിനേഷൻ ആയിരിക്കണം. ഈ വേർഡ്സൊക്കെ വരുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊരു ഇമാജിനേഷൻ ആയിരിക്കണം, അതായത് നോട്ട് റിയൽ ആണ്. ഈ വേർഡ്സിൻ്റെ പ്രത്യേകത അതാണ്, മനസ്സിലായോ? ഇഫ്, ആസ് ദോ, ആസ് ഇഫ്, വിഷ് എന്ന് പറയുന്ന ഈ വേർഡ്സിന് ശേഷം നമ്മൾ പൊതുവേ എന്താണ് യൂസ് ചെയ്യാറ്, നമ്മൾ പാസ്റ്റ് ടെൻസ് നമ്മൾ യൂസ് ചെയ്യും. ആ പാസ്റ്റ് ടെൻസിൻ്റെ പ്രത്യേകത ഏതാണ്, അത് അതിൻ്റെ പ്ലൂറൽ ഫോമിലായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. യെസ്, ഇവിടെ ഈ വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, അത് ഇമാജിനേഷൻ ആയിരിക്കണം, അത് റിയൽ ആവാൻ പാടില്ല. ഓൾറെഡി ഈ ആസ് ഇഫ്, ആസ് ദോ എന്ന് പറയുന്ന ആ രണ്ട് വേർഡ്സ്, ആസ് ഇഫും അല്ലെങ്കിൽ ആസ് ദോ എന്നുള്ള ആ രണ്ട് വേർഡ്സ് നമ്മൾ ഏത് സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യണതെന്ന് ചോദിച്ചാൽ അത് ഇമാജിനേഷൻ ആണ്. അതായത് ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഷീ ഈസ് ബിഹേവിങ് ആസ് ഇഫ് ഷി വേർ ദ ബോസ്, ആസ് ഇഫ് ഷി വേർ ദി ബോസ്, അല്ലേ, അവളാണ് ബോസ് എന്നുള്ള രീതിയിലാണ് അവൾ ബിഹേവ് ചെയ്യുന്നത്. അതിനർത്ഥം എന്താണ്, ആസ് ഇഫ് അല്ലെങ്കിൽ ആസ് ദോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം അവർ ആ രീതിയിലാണ് ചെയ്യുന്നത്, പക്ഷെ ആക്ച്വലി അവരങ്ങനെ ചെയ്യേണ്ട ആളല്ല. ഇപ്പം ഞാനിവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞത് ഇവിടെ എഴുതാം. ഷീ ഈസ് ബിഹേവിങ് ആസ് ഇഫ് ഓർ ആസ് ദോ എന്നായാലും കുഴപ്പമില്ല,
ഷീ വേർ ദി ബോസ്. അവളാണ് ബോസ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു ഭാവത്തിലാണ് അവൾ ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി സ്പീക്കിംഗ് ആസ് ഇഫ് അല്ലെങ്കിൽ ആസ് ദോ എന്ന് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ആസ് ഇഫ് അല്ലെങ്കിൽ ആസ് ദോ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോളുക. അതിനുശേഷം വരുന്ന പാർട്ട് അവരതല്ല, ആക്ച്വലി അവൾ ബോസ് അല്ല, പക്ഷെ അവളുടെ ബിഹേവിയർ ഏത് രീതിയിലാണ്, അവളാണ് ബോസ് എന്നുള്ള രീതിയിലാണ് അവൾ ബിഹേവ് ചെയ്യുന്നതെന്നാണ് നമ്മളിതിൽ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ആസ് ഇഫും ആസ് ദോയും നമുക്കറിയാം, നമ്മൾ റിയൽ അല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ആസ് ഇഫ് അല്ലെങ്കിൽ ആസ് ദോ എന്നുള്ള ഫ്രേസിൽ നമ്മൾ സംസാരിക്കണം. ഇഫിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം ഇഫ് എന്നുള്ളത് നമ്മൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇഫ് ഐ ഗോ ദർ ഐ ക്യാൻ മീറ്റ് ഹെർ. നമുക്ക് അവിടെ പാസ്റ്റ് ടെൻസ് അല്ലെങ്കിൽ പാസ്റ്റ് അതിൻ്റെ പ്ലൂറൽ ഫോം അതൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, അവിടെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഇവിടെ ഇമാജിനേഷൻ ആണ്. നോക്കിക്കോളൂ. ഇഫ് ഐ വേർ ദി PM I would introduce some ABC plans. എന്തെങ്കിലും പ്ലാൻ ആവട്ടെ, ഞാൻ വെറുതെ ABC പ്ലാൻ എന്ന് കൊടുത്തു എന്നേ ഉള്ളൂ. ഇഫ് ഐ വേർ ദ PM, ഇപ്പം ഞാനാണ് പ്രൈം മിനിസ്റ്റർ എങ്കിൽ ഞാൻ കുറച്ച് ABC പ്ലാൻസ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ആക്ച്വലി ഇവിടെ എന്താണ്, ഞാൻ PM അല്ല. അപ്പം ഞാൻ PM ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഞാനാണ് PM എങ്കിൽ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. അപ്പോൾ ഇവിടെ എന്താണ്, റിയൽ അല്ല, ഇമാജിനേഷൻ ആണ്. അപ്പോൾ ഇഫിന് ശേഷം റിയൽ അല്ലാത്ത നമ്മൾ എന്തെങ്കിലും ഇമാജിൻ ചെയ്യണ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കണതെങ്കിൽ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും, അവിടെ നമ്മൾ പാസ്റ്റ് ടെൻസ് നമ്മൾ യൂസ് ചെയ്യും, അതും പ്ലൂറൽ ഫോമിൽ യൂസ് ചെയ്യും. ഇപ്പം നമുക്കറിയാം, നമ്മൾ ജനറലി ഐക്ക് ശേഷം നമ്മൾ ഐ വാസ് ആണ് നമ്മൾ യൂസ് ചെയ്യാറില്ല. ജനറലി ഐന് ശേഷം നമ്മൾ ഐ വാസ് ആണ് നമ്മൾ യൂസ് ചെയ്യാറ്. പക്ഷെ ഇവിടെ നമ്മൾ എന്താണ് യൂസ് ചെയ്തത്, ഐ വേർ ആണ് യൂസ് ചെയ്തത്. മനസ്സിലായല്ലോ? വിഷിൻ്റെ കാര്യത്തിലേക്ക് വരാം. വിഷിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ പാർട്ടിസിപ്പിൾ സ്പെഷ്യൽ കാറ്റഗറി ഓഫ് വെർബിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു, ചില വേർഡ്സിന് ശേഷം നമുക്ക് പാസ്റ്റ് പാർട്ടിസിപ്പിൾ മാത്രമേ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ എന്ന്. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു വേർഡാണ് വിഷ്. അപ്പോൾ ഇതെങ്ങനെയാണ്, രണ്ട് രീതിയിലില്ല. ഇവിടെ നമ്മൾ പറഞ്ഞു വിഷിന് ശേഷം നമ്മൾ പാസ്റ്റ് ടെൻസും പ്ലൂറൽ ഫോമും ആണ് യൂസ് ചെയ്യേണ്ടത്. അവിടെ നമ്മൾ പറഞ്ഞു നമ്മൾ വിഷിന് ശേഷം നമ്മൾ യൂസ് ചെയ്യേണ്ടത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അത് രണ്ടും കൂടെ എങ്ങനെ ശരിയാവും നോക്കിക്കോളൂ. നമ്മളൊരു സെൻറ്റൻസ് വായിച്ചു കഴിയുമ്പോൾ നോക്കിക്കോളൂ. ഇപ്പം ഈ സെൻറ്റൻസ് ഐ വിഷ് ഐ വേർ എ ബേർഡ്, ഐ വിഷ് you had saved some money, I wish you had saved some money, I wish you all got selected in the examination, I wish you all got selected in the examination. അപ്പോൾ ഇവിടെ ഐ വിഷ് ഐ വേർ എ ബേർഡ് അല്ലേ, ഞാനൊരു ബേർഡ് ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ വിഷ് ചെയ്യുവാണ്. ഇനി ഐ വിഷ് നിങ്ങൾ ഈ എക്സാമിനേഷനിൽ നിങ്ങളെല്ലാവരും ഈ എക്സാമിനേഷനിൽ സെലക്ട് ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുവാണ്. ഐ വിഷ് യു ഹാഡ് സേവ്ഡ് സം മണി. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പാസ്റ്റിൽ നമ്മൾ അങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ എന്ന് പറയണ സിറ്റുവേഷൻസിൽ, ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ എമർജൻസി വന്നു എന്ന് വിചാരിക്കാം. ഒരു ഹോസ്പിറ്റൽ എമർജൻസി വരുമ്പോൾ നമുക്കറിയാം അത്തരം സിറ്റുവേഷൻസിൽ നമുക്ക് എന്ത് വേണം, പൈസ വേണം. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാതെ വരുന്ന സിറ്റുവേഷൻസിൽ നമ്മൾ എന്ത് പറയും, ഞാൻ പൈസ സേവ് ചെയ്ത് വെച്ചായിരുന്നെങ്കിൽ. അപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം അതൊരു പാസ്റ്റ് കാര്യമാണ്, ആ സംഭവം ഒരു പാസ്റ്റായ ഒരു കാര്യമാണ്, പാസ്റ്റിൽ അത് അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് പറയണ സിറ്റുവേഷൻസിൽ അല്ലേ. ഇപ്പോൾ പാസ്റ്റിൽ ഒരു ഹോസ്പിറ്റൽ എമർജൻസി വന്നു, ആ സമയത്ത് ഞാൻ പൈസ സേവ് ചെയ്തിട്ടില്ലായിരുന്നു. അത്തരം ആ ഒരു കേസിൽ ആ സമയത്ത് ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ഞാൻ ഇങ്ങനെ പൈസ സേവ് ചെയ്തായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു എന്ന് പറയണ സിറ്റുവേഷൻസിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യും. ഐ വിഷിന് ശേഷം നമ്മൾ പറഞ്ഞു, ഐ വിഷിന് ശേഷം നമ്മൾ എപ്പോഴും റിയൽ അല്ലാത്ത അല്ലെങ്കിൽ നടക്കാൻ സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ നടന്നിട്ടില്ലാത്ത ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഐ വിഷിന് ശേഷം നമ്മൾ സംസാരിക്കണതെങ്കിൽ
ഐ വിഷ് ഐ വേർ എ ബേർഡ്, ഞാനിപ്പോൾ ഒരു ബേർഡ് ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുവാണ്. അത് പ്രസന്റ് ടെൻസിലാണ്. ഐ വിഷ് യു ഓൾ ഗോട്ട് സെലക്റ്റഡ്, നിങ്ങളിപ്പോൾ സെലക്ട് ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുവാണ്. അതും പ്രസന്റ് ടെൻസ് ആണ്. പക്ഷെ രണ്ടാമത്തെ ഈ സെന്റൻസ് എന്ന് പറയുന്നത് അത് പാസ്റ്റിൽ നടന്ന ഒരു കാര്യമാണ്. പാസ്റ്റിൽ ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചു, പാസ്റ്റിൽ എന്താ പറയുക, ഇങ്ങനെ എനിക്ക് ഞാൻ കുറച്ച് പൈസ സേവ് ചെയ്തായിരുന്നെങ്കിൽ എന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചു എന്ന് പറയുന്ന സിറ്റുവേഷൻസിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യാം. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ നമ്മളിവിടെ 4 വേർഡ്സിൻ്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ 4 വേർഡ്സിന് ശേഷവും നമ്മൾ പാസ്റ്റ് ടെൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, നമ്മൾ പ്ലൂറൽ ഫോം ആണ് യൂസ് ചെയ്യേണ്ടത്. അതിൽ നമ്മൾ പറഞ്ഞു ആസ് ഇഫും ആസ് ദോ എന്നുള്ള ഈ 2 ഫ്രേസും നമ്മൾ യൂസ് ചെയ്യണത് റിയൽ അല്ലാത്ത സിറ്റുവേഷൻസിലാണ്. ഷി ബിഹേവ്ഡ് ആസ് ഇഫ് ഷി വേർ ദ ബോസ് അല്ലേ? കണ്ടോ, ഇവിടെ കണ്ടില്ലേ നമ്മൾ വേറാണ് യൂസ് ചെയ്തത്. നമ്മൾക്കറിയാം നമ്മൾ ജനറലി ഷീക്ക് ശേഷം നമ്മൾ എന്താണ് യൂസ് ചെയ്യാറ്? വാസ് ആണ് യൂസ് ചെയ്തത്. പക്ഷേ ഇവിടെ നമ്മൾ വേർ യൂസ് ചെയ്തു. കാരണം ഇവിടെ എന്താണ്? ഇമാജിനേഷൻ ആണ്. ആസ് ഇഫ് അല്ലെങ്കിൽ ആസ് ദോന് ശേഷം നമ്മൾ എന്ത് യൂസ് ചെയ്യും? നമ്മൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യും. അതും പ്ലൂറൽ ഫോം ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ആസ് ഇഫ് അല്ലെങ്കിൽ ആസ് ദോ എന്ന് പറഞ്ഞാൽ അതുപോലെ, ഇതുപോലെ എന്ന് പറയുന്ന സിറ്റുവേഷൻസിലാണ്. പക്ഷെ ആക്ച്വലി സ്പീക്കിംഗ് അവരതല്ല. ഷി ക്രൈഡ് ആസ് ഇഫ് ഷി വേർ എ കിഡ്, അവളൊരു കൊച്ചു കുട്ടിയാന്നുള്ള രീതിയിൽ അവൾ കരഞ്ഞു എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്താണ്? അവൾ ചെറിയ കൊച്ചല്ല, പക്ഷെ അവൾ അതുപോലെയാണ് അവൾ കരഞ്ഞേ എന്ന് പറയുന്ന മീനിങ്ങിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? യെസ്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഇഫ് നമ്മൾ കണ്ടീഷൻസ് ആയിട്ടല്ല, നമ്മൾ കണ്ടീഷൻ വെക്കാൻ വേണ്ടി നമ്മൾ ഇഫ് യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ അതല്ലാതെ അപ്പോൾ എവിടെ എഫ് വന്നാലും നമ്മൾ അവിടെ പാസ്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് പ്ലൂറൽ ഫോം ആണ് യൂസ് ചെയ്യുന്നതെന്നല്ല. നമ്മൾ ഇമാജിനേറ്ററി കാര്യങ്ങളാണ്, റിയൽ അല്ലാത്ത ഇമാജിനേഷൻസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കണമെങ്കിൽ അവിടെ മാത്രമാണ് നമ്മൾ ഇഫിന് ശേഷം നമ്മൾ പാസ്റ്റ് ടെൻസും പ്ലൂറൽ ഫോമും യൂസ് ചെയ്യുന്നത്. ഇഫ് ഐ വേർ ദ PM ഐ വുഡ് ഇൻട്രൊഡ്യൂസ് സം ABC പ്ലാൻസ്. ഞാനായിരുന്നു PM എങ്കിൽ, നമുക്കറിയാം അത് റിയൽ ആയ ഒരു കാര്യമല്ല. സോ റിയൽ അല്ലാത്ത ഒരു കാര്യത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കണതെങ്കിൽ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? പാസ്റ്റ് ടെൻസും പ്ലൂറൽ ഫോമും യൂസ് ചെയ്യും. പിന്നെ വിഷിൻ്റെ കാര്യം, ഐ വിഷ്, ഷീ വിഷസ് എന്നൊക്കെ പറയണം. ഇങ്ങനെ വിഷിൻ്റെ കാര്യം വരുമ്പോൾ നമുക്ക് 2 കേസ് ഉണ്ട്. ചില സിറ്റുവേഷൻസിൽ നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ യൂസ് ചെയ്യും, ചില സിറ്റുവേഷൻസിൽ നമ്മൾ പാസ്റ്റ് ടെൻസ് അതിൻ്റെ പ്ലൂറൽ ഫോമിൽ യൂസ് ചെയ്യും. അപ്പോൾ പാസ്റ്റിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് നമ്മൾ ആഗ്രഹിക്കണതെങ്കിൽ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? അവിടെ നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമ്മൾ യൂസ് ചെയ്യും. അതല്ല ഇപ്പോൾ അങ്ങനെ ആയിരുന്നെങ്കിൽ എന്നാണ് നമ്മൾ ആഗ്രഹിക്കണതെങ്കിൽ, ഇപ്പം അങ്ങനെ ഇഫ് ഐ വേർ എ ബേർഡ് അല്ലെങ്കിൽ ഇഫ് ഐ വേർ വിത്ത് ഹിം നൗ, ഇപ്പം അവൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ, ഇഫല്ല ഐ വിഷ് ഐ വേർ വിത്ത് ഹിം ടു കൺസോൾ ഹിം, അല്ലെ അവനെ ആശ്വസിപ്പിക്കാൻ ഞാൻ അവൻ്റെ കൂടെ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കണം. അത് അറ്റ് പ്രസൻറ്റിൻ്റെ ആഗ്രഹമാണ്. ഈ സമയത്ത് ഞാനൊരു കാര്യം അങ്ങനെ ആഗ്രഹിക്കുകയാണെങ്കിൽ യെസ്, അവിടെ ഞാൻ എന്ത് യൂസ് ചെയ്യുന്നു? പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നു. ഇത് പാസ്റ്റിലുള്ള ഒരു കാര്യമാണെങ്കിൽ ഞാൻ അവിടെ എന്ത് യൂസ് ചെയ്യുന്നു? ഈ ആക്ഷൻ പാസ്റ്റിൽ നടക്കേണ്ട ഒരു കാര്യമായിരുന്നെങ്കിൽ അവിടെ ഞാൻ എന്ത് യൂസ് ചെയ്യും? അവിടെ ഞാൻ പാസ്റ്റ് പാർട്ടിസിപ്പിൾ യൂസ് ചെയ്യും. ഞാൻ പൈസ അന്ന് തന്നെ സേവ് ചെയ്തായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എമർജൻസി സിറ്റുവേഷനിൽ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. സോ അങ്ങനെ മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ ഒരു ആക്ഷൻ അത് പാസ്റ്റിൽ അങ്ങനെ നടക്കണം അല്ലെങ്കിൽ അങ്ങനെ നടന്നായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിക്കുവാണെങ്കിൽ അവിടെയാണ് ഞാൻ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിനേഷനിൽ സെൻറ്റൻസ് തരുമ്പോൾ നിങ്ങൾ സെൻറ്റൻസ് വായിക്കുക. സെൻറ്റൻസ് വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് അവിടെ അത് പാസ്റ്റിലുള്ള ഒരു ആക്ഷൻ ആണെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അവിടെ നിങ്ങൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുക. അല്ല ഇപ്പം പ്രസൻറ്റിലാണ് ഞാൻ അങ്ങനെ വിഷ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു ആക്ഷൻ ഇപ്പം പ്രസൻറ്റിൽ നടക്കേണ്ട ഒരു കാര്യമാണെങ്കിൽ ഇഫ് ഐ വിഷ് ഐ വേർ വിത്ത് ഹിം ടു കൺസോൾ ഹിം, അല്ലേ? അപ്പം ഞാൻ അവനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ അവൻ്റെ കൂടെ ആയിരുന്നെങ്കിൽ എന്ന് അതിപ്പോൾ നടക്കേണ്ട ഒരു ആക്ഷനാണ്. അത് പാസ്റ്റിൽ നടക്കേണ്ട ഇപ്പോൾ ഇഫ് ഹീ ഈസ് സഫറിങ് ഫ്രം സം പ്രോബ്ലം, ഇപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് എന്തെങ്കിലും ഒരു പ്രോബ്ലം കൊണ്ട് സഫർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവരുടെ കൂടെ ഫിസിക്കലി പ്രസൻ്റ് അല്ല എന്ന് വിചാരിക്കുക, വേറെ എവിടെയെങ്കിലും ആണ്, നമ്മുടെ എന്തെങ്കിലും ആവശ്യത്തിന് വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ നമ്മൾ പറയാറില്ല ഞാനിപ്പം അവൻ്റെ കൂടെ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിക്കുവാണ്, അവനെ എനിക്ക് കൺസോൾ ചെയ്യാൻ പറ്റും, ആശ്വസിപ്പിക്കാൻ പറ്റും. അത് ഇപ്പം നടക്കേണ്ട ആക്ഷനാണ്. ഒരു എമർജൻസി വരുമ്പോൾ ഞാൻ അങ്ങനെ അന്ന് തന്നെ ഞാൻ പൈസ സേവ് ചെയ്തായിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു പാസ്റ്റായ ഒരു ആക്ഷനാണ്. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ റൂളാണ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ. യെസ്. ഇനി വേറെ നമുക്ക് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ നമുക്ക് 3 കേസ് ഉണ്ട്.
കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട 3 കേസ് ഉണ്ട്. നോക്കിക്കോളൂ. നമ്മുടെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്കറിയാം. കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ നമ്മൾ ഒരുപാട് വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ നമ്മൾ ഒരുപാട് വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. മെയിൻ ആക്ഷൻ ഉള്ള ആ സ്റ്റേറ്റ്മെൻറ്റിന് നമുക്കറിയാം. നമ്മൾ പറഞ്ഞു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കുറേ വേർഡ്സ് യൂസ് ചെയ്യാറുണ്ട്. സോ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പറഞ്ഞു യു ആർ വെൽക്കം ടു ദ പാർട്ടി. യു ആർ വെൽക്കം ടു ദ പാർട്ടി പ്രൊവൈഡഡ് യു ബിഹേവ് യുവർ സെൽഫ്. അല്ലേ, യു ബിഹേവ് യുവർ സെൽഫ്. ഓക്കെ, അപ്പോൾ ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സിന് 2 ക്ലോസ് ഉണ്ടാവും. എന്താണ്? ഒന്ന് മെയിൻ ക്ലോസ് ആണ്. കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ്സിന് നമുക്ക് 2 ക്ലോസസ് ഉണ്ടാവും. ഒന്ന് മെയിൻ ക്ലോസ് ആണ്, ഒന്ന് കണ്ടീഷണൽ ക്ലോസ് ആണ്. എന്താണ്? ഒന്ന് കണ്ടീഷണൽ ക്ലോസ് ആണ്. അങ്ങനെ 2 ക്ലോസസ് ആണ് നമ്മുടെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സിന് ഉണ്ടാവുക. എന്താണ് മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞാൽ? മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ ആക്ഷൻ, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിലെ മെയിൻ ആക്ഷൻ ഏതാണോ ആ പാർട്ടാണ് നമ്മുടെ മെയിൻ ക്ലോസ്. യു ആർ വെൽക്കം ടു ദ പാർട്ടി എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മെയിൻ ആക്ഷൻ. സോ ഇതാണ് നമ്മുടെ മെയിൻ ക്ലോസ്. ഇതാണ് നമ്മുടെ മെയിൻ ക്ലോസ്. ഇനി പ്രൊവൈഡഡ് യു ബിഹേവ് യുവർ സെൽഫ്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുവാണെങ്കിൽ മാത്രം ഞങ്ങൾ പാർട്ടിയിലേക്ക് നമ്മൾ ക്ഷണിക്കുവാണ്. അപ്പോൾ ഇവിടെ യു ബിഹേവ് യുവർ സെൽഫ് എന്നുള്ളതാണ് എന്ത്? നമ്മുടെ കണ്ടീഷണൽ ക്ലോസ്. മനസ്സിലായല്ലോ? കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സിന് നമുക്ക് 2 ക്ലോസ് ഉണ്ടാവും. ഒന്ന് മെയിൻ ക്ലോസ് ആണ്, ഒന്ന് കണ്ടീഷണൽ ക്ലോസ് ആണ്. അപ്പോൾ മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ നമ്മുടെ മെയിൻ ആക്ഷൻ, ആ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണോ, ഇഫ് യു ഗോ ദർ യു ക്യാൻ മീറ്റ് ഹെർ. അല്ലേ, നീ അങ്ങോട്ട് പോയാൽ നിനക്ക് അവളെ കാണാൻ പറ്റും. അപ്പോൾ അവളെ കാണുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ആക്ഷൻ. സോ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ്? യു ക്യാൻ മീറ്റ് ഹെർ എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ക്ലോസ്. ഇഫ് യു ഗോ ദർ എന്നുള്ളതാണ് നമ്മുടെ കണ്ടീഷൻ. സോ അതിനെയാണ് നമ്മൾ കണ്ടീഷണൽ ക്ലോസ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ കണ്ടീഷണൽ ക്ലോസ്. അപ്പോൾ ഏത് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കണ്ടീഷൻ എവിടെയാണോ അതാണ് നമ്മുടെ കണ്ടീഷണൽ ക്ലോസ്. അതേപോലെ സ്റ്റേറ്റ്മെൻറ്റിൽ മെയിൻ ആക്ഷൻ ഏതാണോ അതാണ് നമ്മുടെ മെയിൻ ക്ലോസ്. മനസ്സിലായല്ലോ? നമുക്കിവിടെ പഠിക്കാനുള്ളത് നമുക്കിവിടെ നമ്മുടെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളത് ഇഫ് എന്നുള്ള കണ്ടീഷണൽ വേർഡിനെ കുറിച്ചാണ്. നമ്മൾ പറഞ്ഞു മെയിൻ ക്ലോസ് ഉണ്ട്, കണ്ടീഷണൽ ക്ലോസ് ഉണ്ട്. അപ്പം നമ്മളിവിടെ കണ്ടീഷണൽ വേർഡ് ഇഫിനെ കുറിച്ചാണ് 3 റൂൾസ് പഠിക്കാൻ പോണേ. ഇവിടെ നമ്മുടെ കണ്ടീഷണൽ വേർഡ് ഇഫ് ആയതുകൊണ്ട് നമ്മൾ കണ്ടീഷണൽ ക്ലോസിനെ ഇഫ് ക്ലോസ് എന്ന് പറയും. മനസ്സിലായോ? അതായത് നമ്മുടെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സിന് 2 ക്ലോസ് ഉണ്ട്. ഒന്ന് മെയിൻ ക്ലോസ് ആണ്, ഒന്ന് കണ്ടീഷണൽ ക്ലോസ് ആണ്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണ കണ്ടീഷണൽ വേർഡ് ഇഫ് ആണ്. സോ ഇവിടുത്തെ നമ്മുടെ കണ്ടീഷണൽ വേർഡ് ഇഫ് ആയതുകൊണ്ട് നമ്മുടെ എന്താ പറയുക, നമ്മൾ കണ്ടീഷൻ പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേർഡ് ഇഫ് ആയതുകൊണ്ട് നമ്മുടെ ആ കണ്ടീഷൻ ക്ലോസിന് നമ്മൾ എന്ത് പേരിട്ടാണ് വിളിക്കുന്നത്? ഇഫ് ക്ലോസ് എന്നാണ് പറയുന്നത്. ഇഫ് ക്ലോസ്, അതേപോലെ മെയിൻ ക്ലോസ്. മനസ്സിലായോ? ഇഫ് ക്ലോസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ കണ്ടീഷൻ പാർട്ടാണ് നമ്മുടെ ഇഫ് ക്ലോസ്. പിന്നെ മെയിൻ ക്ലോസ് നമ്മുടെ മെയിൻ ആക്ഷൻ പാർട്ടാണ് നമ്മുടെ മെയിൻ ക്ലോസ്. അപ്പോൾ ഇഫ് ക്ലോസിനനുസരിച്ച് നമുക്ക് മൊത്തം 3 കേസാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ 3 രീതിയിൽ നമുക്ക് നമ്മുടെ ഇഫ് ക്ലോസ് പറയാം. അതിനനുസരിച്ച് നമ്മുടെ മെയിൻ ക്ലോസ് എങ്ങനെയാണ് മാറുന്നത് നോക്കിക്കോളൂ. ഇഫ് ക്ലോസ് നിങ്ങൾക്ക് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ, നിങ്ങളുടെ മെയിൻ ക്ലോസ് എന്തായിരിക്കും? സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആയിരിക്കും. മനസ്സിലായോ? ടെൻസസിൻ്റെ കാര്യം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കും. അപ്പോൾ തൽക്കാലം ഇത്രയും നമ്മൾ എങ്ങനെയാണ് വരുന്നതെന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം നമുക്ക് ഈ റൂൾസ് ഒന്ന് നോക്കാം. അതേപോലെ ഇഫ് ക്ലോസ് നമുക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ നമ്മുടെ മെയിൻ ക്ലോസ് എന്തായിരിക്കും? ഫ്യൂച്ചർ ടെൻസിൽ, അതായത് ഇപ്പം നമ്മൾ പറയുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം? യെസ്,
വുഡ് പ്ലസ് V1 ആണെന്ന് പറയാം. വുഡ് പ്ലസ് V1 ആയിരിക്കും എന്ത് നമ്മുടെ മെയിൻ ക്ലോസ്. ഇനി നമ്മുടെ ഇഫ് ക്ലോസ് പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ, അതും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ, നമ്മുടെ ഇഫ് ക്ലോസ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ ഇവിടെ വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 നമ്മൾ യൂസ് ചെയ്യും. വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 ഫോം, വെർബിൻ്റെ V3 ഫോം നമ്മൾ യൂസ് ചെയ്യും. മനസ്സിലായോ? അപ്പം കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മുടെ കണ്ടീഷൻ വേർഡ് ഇഫ് ആണെങ്കിൽ ആ ക്ലോസിന് നമ്മൾ ഇഫ് ക്ലോസ് എന്ന് പറയും. മെയിൻ ആക്ഷൻ പാർട്ടിന് നമ്മൾ മെയിൻ ക്ലോസ് എന്ന് പറയും. ഇഫ് ക്ലോസിലെ വെർബിൻ്റെ ഫോം, ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെർബിൻ്റെ കാര്യമാണ്. ഇഫ് ക്ലോസിലെ വെർബിൻ്റെ ഫോം സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ നമ്മുടെ മെയിൻ ക്ലോസിൽ നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്യും. ഇനി ഇഫ് ക്ലോസിൽ നമ്മുടെ മെയിൻ വെർബ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ നമ്മുടെ മെയിൻ ക്ലോസിൽ നമ്മൾ വുഡ് പ്ലസ് V1 യൂസ് ചെയ്യും. വുഡ് സീ, വുഡ് ഗോ, വുഡ് കം എന്നുള്ള രീതിയിൽ. ഇനി നമ്മുടെ ഇഫ് ക്ലോസ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ ഹാഡ് ഗോൺ, ഹാഡ് സീൻ, ഹാഡ് കം അങ്ങനെയൊക്കെ ആണെങ്കിൽ വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 എന്നുള്ള ആ ഒരു ഫോം ആയിരിക്കും നമ്മുടെ മെയിൻ ക്ലോസിൽ വെർബിൻ്റെ. മനസ്സിലായല്ലോ? നമുക്കിനി ഇത് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നോക്കിക്കോളൂ. ഇതാണ് നമ്മുടെ ഇഫ് മെയിൻ ക്ലോസിൻ്റെ 3 കേസ്. ഓരോ കേസും നമ്മൾ ഏത് കോണ്ടെക്സ്റ്റിലാണ് യൂസ് ചെയ്യുന്നത്, അത് എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. യെസ്, ഇഫ് ക്ലോസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. ഇഫ് ക്ലോസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പോൾ നമ്മുടെ മെയിൻ ക്ലോസ് എന്തായിരിക്കും? നമ്മുടെ മെയിൻ ക്ലോസ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആയിരിക്കും അല്ലേ? യെസ്. അപ്പോൾ നമ്മൾ ഏത് സിറ്റുവേഷനിലാണ് നമ്മൾ ഈ ഒരു ഇങ്ങനത്തെ രീതിയിലുള്ള ഇഫ് ക്ലോസും മെയിൻ ക്ലോസും യൂസ് ചെയ്യുന്നത്? അതായത് എന്തെങ്കിലും ഒരു കാര്യം ഇപ്പം നമ്മൾ പറയുവാണ്, എന്തെങ്കിലും ഒരു കാര്യം ഫ്യൂച്ചറിൽ അങ്ങനെ നടക്കാൻ സാധ്യതയുണ്ട്, പക്ഷെ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, പക്ഷെ അങ്ങനെ നടക്കാം എന്നുള്ള രീതിയിലുള്ള ഇത് നമുക്കറിയാം. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ എഴുതാം. ഇഫ് യു ഗോ there you will meet her. If you go there you will meet her. അല്ലേ? അങ്ങോട്ട് പോയാൽ നിനക്ക് അവളെ കാണാം. അത് അവിടെ നമുക്ക് ഉറപ്പ്. ഇപ്പം ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ ഞാൻ എഴുതി, ഇഫ് യു ഗോ ദർ യു ക്യാൻ മീറ്റ് ഹർ. നീ അങ്ങോട്ട് പോയാൽ നിനക്ക് അവളെ കാണാൻ പറ്റും. അത് ഉറപ്പുള്ളൊരു കാര്യമാണ്. നമുക്കവിടെ ഈ സമയത്ത് അവൾ ഇപ്പോൾ ഇഫ് യു ഗോ ടു ഇന്ത്യൻ കഫേയിലേക്ക് പോയാൽ നിനക്ക് അവളെ കാണാൻ പറ്റും. കാരണം ഈ സമയത്ത് അവൾ ഇന്ത്യൻ കഫേയിൽ 99% അവൾ ഉണ്ടാവും. സോ അത്തരം സിറ്റുവേഷൻസിലാണ് നമ്മൾ ക്യാൻ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മളിവിടെ ഇഫ് യു ഗോ ദർ എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ക്ലോസ്, നമ്മുടെ ഇഫ് ക്ലോസ്. ഇഫ് ക്ലോസിൽ നോക്കിക്കോളൂ, നമ്മൾ ഗോ ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഗോ ഏത് ടെൻസാണ്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. സോ ഇഫ് യു ഗോ ദർ യു വിൽ മീറ്റ് ഹെർ. ഇവിടെ വിൽ മീറ്റ് എന്ന് പറയുന്നത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണ്. അപ്പോൾ ഇഫ് ക്ലോസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ നമ്മുടെ മെയിൻ ക്ലോസ് എന്താണ്? സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആയിരിക്കണം. ഏത് സിറ്റുവേഷനിലാണ് നമ്മൾ ഈ ഫോം യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ അങ്ങനെ ചെയ്താൽ ഫ്യൂച്ചറിൽ അത് നടക്കാനുള്ള സാധ്യതയുണ്ട്. ഇഫ് ഐ സ്റ്റഡി വെൽ I will pass the exam. If I study well, I will pass the exam. ഇല്ല, ഞാൻ നന്നായി പഠിച്ചാൽ ഞാൻ എക്സാമിനേഷൻ പാസ്സാവാനുള്ള സാധ്യതകളുണ്ട്. പോസിബിലിറ്റീസ് ആർ ദർ. അല്ലേ? ഈ ഒരു കാര്യം എക്സാമിനേഷനിൽ പാസ്സാവുക എന്നുള്ള ഈ ഒരു കാര്യം ഫ്യൂച്ചറിൽ നടക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഇഫ് ഐ സ്റ്റഡി വെൽ. നമ്മുടെ ഇഫ് ക്ലോസിൽ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസും നമ്മുടെ മെയിൻ ക്ലോസിൽ നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിനേഷനിൽ നിങ്ങൾക്ക് നടക്കാൻ സാധ്യതയുള്ള ഫ്യൂച്ചറിൽ എന്തെങ്കിലും നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് തന്നിട്ടുള്ളതെങ്കിൽ ഇവിടെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ നിങ്ങൾക്ക് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ ഇവിടെ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മുടെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മളിപ്പോൾ എസ്സേ ഒക്കെ എഴുതുവാണെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം അങ്ങനെ ചെയ്താൽ if you do so she will
accept your plan. She will accept your plan അല്ലേ? അപ്പോൾ എന്താണ്, നീ അങ്ങനെ ചെയ്താൽ അവൾ നിൻ്റെ പ്ലാൻ ചിലപ്പം അക്സെപ്റ്റ് ചെയ്തേക്കാം. നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റില്ല, അങ്ങനെ അത് നടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. മനസ്സിലായല്ലോ? യെസ്, ഫ്യൂച്ചറിൽ അങ്ങനെ ഒരു കാര്യം നടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ ഇഫ് ക്ലോസിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസും നമ്മുടെ മെയിൻ ക്ലോസിൽ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസും നമ്മൾ യൂസ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? യെസ്, ദർ ഈസ് എ ചാൻസ്, അത് നടക്കാനുള്ള പോസിബിലിറ്റീസ് ആർ ദർ. രണ്ടാമത്തെ കേസ് നമ്മൾ പറഞ്ഞു, നമ്മുടെ ഇഫ് ക്ലോസ് നമുക്ക് പാസ്റ്റ് ടെൻസ് ആണ്. ഇഫ് ക്ലോസ് നമുക്ക് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ നമ്മുടെ മെയിൻ ക്ലോസ് എന്തായി? നമ്മുടെ മെയിൻ ക്ലോസ് വുഡ് പ്ലസ് V1 ആയി. നമ്മുടെ മെയിൻ ക്ലോസ് വുഡ് പ്ലസ് V1 ആയി. If I were born in a wealthy family, if I were born in a wealthy family, if I were born in a wealthy family, I would help you. I would help you. ഞാനൊരു കാശുള്ള വീട്ടിലാണ് ഞാൻ ജനിച്ചതെങ്കിൽ ഞാൻ നിന്നെ സഹായിച്ചത്. ഞാൻ നല്ല പൈസ ഉള്ളൊരു വീട്ടിലാണ് ഞാൻ ജനിച്ചതെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കുമായിരുന്നു. സോ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഇഫ് ക്ലോസിൽ പാസ്റ്റ് ടെൻസും മെയിൻ ക്ലോസിൽ നമ്മൾ വുഡ് പ്ലസ് V1 ഫോം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കണേന്ന് വെച്ചാൽ ആ കാര്യം തിയററ്റിക്കലി പോസിബിളാണ്, പക്ഷേ അറ്റ് പ്രസൻറ്റ് പോസിബിളായ ഒരു കാര്യമല്ല. അതായത് ഞാനൊരു വെൽത്തിയായ ഒരു ഫാമിലിയിലാണ് ഞാൻ ജനിച്ചതെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കുമായിരുന്നു. അപ്പോൾ വെൽത്തിയായ ഫാമിലിയിൽ ജനിച്ചു കഴിഞ്ഞ് നിന്നെ സഹായിക്കുക എന്നുള്ളത് ആക്ച്വലി സ്പീക്കിംഗ് പോസിബിളായ തിയററ്റിക്കലി പോസിബിളായ ഒരു കാര്യമാണ്. പക്ഷെ ഞാനിപ്പോൾ ഒരു വെൽത്തിയായ ഫാമിലിയിലല്ല ജനിച്ചത്, എനിക്ക് നിന്നെ സഹായിക്കാനും പറ്റില്ല. അപ്പോൾ എന്താണ്, ആക്ച്വലി അതൊരു പോസിബിളായ കാര്യമല്ല, പക്ഷേ തിയററ്റിക്കലി അത് പോസിബിളായ ഒരു കാര്യമാണ്. ഞാൻ വേറൊരു എക്സാമ്പിൾ എഴുതാം. if I were in your position, if I were in your position, I would forgive her for these silly mistakes. I would forgive her for her silly mistakes. അല്ലേ? അപ്പോൾ I were in your position, ഞാനിപ്പോൾ നിൻ്റെ പൊസിഷനിലായിരുന്നെങ്കിൽ, I were in your shoes, ഞാൻ നിൻ്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ, I would forgive her for her silly mistakes. അവളുടെ ഈ നിസ്സാരമായി സില്ലിയായ ഈ തെറ്റിനെയൊക്കെ ഞാൻ ഫോർഗീവ് ചെയ്യുമായിരുന്നു. അപ്പോൾ തിയററ്റിക്കലി പോസിബിളാണ് ഞാൻ നിൻ്റെ സ്ഥാനത്താവുകയും ഞാൻ അവളെ ഫോർഗീവ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത്. തിയററ്റിക്കലി അത് നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. പക്ഷേ എന്താണ്, ഇപ്പം ഞാൻ നിൻ്റെ സ്ഥാനത്തുമല്ല, അതുകൊണ്ട് എനിക്ക് അവളെ ക്ഷമിക്കാനും പറ്റില്ല. അങ്ങനത്തെ സിറ്റുവേഷൻസിലാണ് നമ്മൾ ഇഫ് ക്ലോസിൽ പാസ്റ്റ് ടെൻസും മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് V1 ഫോമും യൂസ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു നമ്മുടെ ഫസ്റ്റ് കേസ് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഇഫ് ക്ലോസിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസും മെയിൻ ക്ലോസിൽ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസും നമ്മൾ യൂസ് ചെയ്യണത് ഭാവിയിൽ അങ്ങനെ നടക്കാൻ സാധ്യതയുണ്ട്. പോസിബിലിറ്റീസ് ആർ ദർ, നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. വി ആർ നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്, ബട്ട് ഇറ്റ് ഈസ് പോസിബിൾ ടു ഹാപ്പൻ. നടക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഇഫ് ക്ലോസിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസും മെയിൻ ക്ലോസിൽ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസും യൂസ് ചെയ്യുന്നത്. ഇഫ് ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസും മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് V1 നമ്മൾ യൂസ് ചെയ്യണത് തിയററ്റിക്കലി പോസിബിളായ ഒരു കാര്യമാണ്, പക്ഷേ പ്രാക്ടിക്കലി ഇപ്പം അറ്റ് പ്രസൻറ്റ് അത് നടക്കാനുള്ള സാധ്യതയില്ല എന്ന് പറയുന്ന സിറ്റുവേഷൻസിൽ ഞാൻ കാശുള്ള വീട്ടിലല്ല,
എനിക്ക് നിന്നെ ഇപ്പോൾ സഹായിക്കാനും പറ്റില്ല, പക്ഷെ ഞാൻ അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ നിന്നെ സഹായിച്ചേനെ എന്ന് പറയണം. അല്ലെങ്കിൽ ഞാൻ നിൻ്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ ഞാൻ അവളുടെ തെറ്റുകൾ ക്ഷമിച്ചേനെ, പക്ഷെ ആക്ച്വലി സ്പീക്കിംഗ് ഞാൻ നിൻ്റെ സ്ഥാനത്തും അല്ല, അതുകൊണ്ട് എനിക്ക് അവളുടെ തെറ്റുകൾ ക്ഷമിക്കാനും പറ്റില്ല. സോ തിയറിറ്റിക്കലി പോസിബിൾ ആണ്, പക്ഷേ പ്രാക്ടിക്കലി അറ്റ് പ്രസൻറ്റ് അത് പോസിബിൾ അല്ല എന്ന് പറയണ സിറ്റുവേഷൻസിലാണ് നമ്മൾ ഈ കേസ് യൂസ് ചെയ്യുന്നത്. യെസ്. ഇനി നമ്മൾ മൂന്നാമത്തെ കേസ് പറഞ്ഞു. നമ്മുടെ ഇഫ് ക്ലോസ് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. നമ്മുടെ മെയിൻ ക്ലോസ് വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 അല്ലേ? വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 ഫോമാണ്. ഒരു എക്സാമ്പിൾ നോക്കിക്കോളൂ. ഇഫ് you had brought the patient on time, I would have saved him. മനസ്സിലായോ? അതായത് ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഒരു പേഷ്യൻറ്റിനെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ്. നമുക്ക് ആ പേഷ്യൻറ്റിനെ സമയത്തിന് എത്തിക്കാൻ പറ്റിയാൽ യെസ് ആ പേഷ്യൻറ്റ് രക്ഷപ്പെടും. പക്ഷെ നമുക്ക് ആ പേഷ്യൻറ്റിനെ സമയത്ത് എത്തിക്കാൻ പറ്റിയില്ല എന്ന് വിചാരിക്കുക. സോ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ ജനറലി അവിടെ ഡോക്ടേഴ്സ് ആയാലും അവർ പറയുന്ന ഒരു ഡയലോഗാണ്, നിങ്ങൾ സമയത്തിന് കൊണ്ടുവന്നായിരുന്നെങ്കിൽ എനിക്ക് അവരെ രക്ഷിക്കാൻ പറ്റുമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ അവരെ രക്ഷിക്കുമായിരുന്നു. സോ ഇതെന്താണ്? അതായത് ഇത് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് റിയലായ ഒരു സിറ്റുവേഷനാണ്. പാസ്റ്റിൽ എന്തെങ്കിലും ഒരു കാര്യം അങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ അതിൻ്റെ ഔട്ട്കം ഇങ്ങനെ ആയേനെ എന്ന് പറയുന്ന അത്തരം മീനിങ്ങിലാണ് നമ്മൾ ഇഫ് ക്ലോസിൽ പാസ്റ്റ് പെർഫെക്റ്റും മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 എന്ന് പറയുന്ന ഈ ഒരു ഫോം യൂസ് ചെയ്യുന്നത്. ഈ ഫോം യൂസ് ചെയ്യുമ്പം ഇത് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ, അതായത് ഇറ്റ്സ് ടു ലേറ്റ് അല്ലേ? അങ്ങനെ നമ്മളിപ്പോൾ ഇഫ് ഐ ഹാഡ് സേവ്ഡ് മണി, now I wouldn't have suffered like this. If I had saved money in my good times, now I wouldn't have suffered like this. ഞാൻ എൻ്റെ നല്ല സമയങ്ങളിൽ അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് നല്ല രീതിയിൽ പൊക്കോണ്ടിരുന്ന സമയത്ത് ഞാൻ കുറച്ച് പൈസ സേവ് ചെയ്തായിരുന്നെങ്കിൽ ഇന്ന് ഞാനിങ്ങനെ വിഷമിക്കില്ലായിരുന്നു. സോ ഇത് നമുക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ആക്ഷൻ പാസ്റ്റിൽ അങ്ങനെ ആയായിരുന്നെങ്കിൽ, പാസ്റ്റിൽ അങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ, പാസ്റ്റിൽ അങ്ങനെ പറഞ്ഞായിരുന്നെങ്കിൽ ഇപ്പം ഇങ്ങനെ ആയേനെ, അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ ആവില്ലായിരുന്നു എന്നൊക്കെ പറയുന്ന സിറ്റുവേഷൻ. അപ്പോൾ ഇങ്ങനെ അതായത് ഇഫ് ഐ ഹാഡ് സേവ്ഡ് മണി in my good times, I wouldn't have suffered like this. ഞാൻ എൻ്റെ നല്ല സമയത്തല്ലേ, അല്ലെങ്കിൽ ബിസിനസ് നല്ല രീതിയിൽ നല്ല പൈസ ഉണ്ടായിരുന്ന സമയത്ത് കുറച്ച് കാശ് ഞാൻ സേവ് ചെയ്ത് വെച്ചായിരുന്നെങ്കിൽ എന്തായിട്ടുണ്ടാവില്ല, ഇന്ന് ഞാനിങ്ങനെ സഫറാവില്ല. ഇത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇതൊരിക്കലും പോസിബിളായ കാര്യമല്ല. കാരണം ഈ ഫസ്റ്റ് ആക്ഷൻ പാസ്റ്റിൽ തന്നെ കഴിഞ്ഞുപോയി. ഇതൊരിക്കലും നമുക്ക് പോസിബിളായ ഒരു കാര്യമല്ല. കാരണം ഇഫ് ക്ലോസിൻ്റെ ആക്ഷൻ അത് നേരത്തെ കഴിഞ്ഞുപോയ ഒരു കാര്യമാണ്. അന്ന് ഞാൻ അങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ if you had എന്താ പറയുക, if you had എന്താ പറയാം, yes, if you had gone there, yes, you would have seen her. അല്ലെ, നീ അങ്ങോട്ട് പോയായിരുന്നെങ്കിൽ നീ അവളെ കണ്ടിട്ടുണ്ടായേനെ, അല്ലെങ്കിൽ നിനക്ക് അവളെ കാണാൻ പറ്റുമായിരുന്നു. സോ അപ്പം പോയില്ല, അത് പാസ്റ്റിലുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ പർട്ടിക്കുലർ ആക്ഷൻ പാസ്റ്റിൽ തന്നെ കഴിഞ്ഞു. നമ്മുടെ ഇഫ് ക്ലോസിലുള്ള കാര്യം, ആ ആക്ഷൻ ഓൾറെഡി കഴിഞ്ഞു പോയ ഒരു കാര്യമാണ്. ഓൾറെഡി കഴിഞ്ഞു പോയ കാര്യം നമുക്കറിയാം, അത് മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഓൾറെഡി കഴിഞ്ഞു പോയ ഒരു കാര്യം അങ്ങനെ ആയില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ആയായിരുന്നെങ്കിൽ ഇന്നിങ്ങനെ ആവില്ലായിരുന്നു, അല്ലെങ്കിൽ ഇന്നിങ്ങനെ ആവുമായിരുന്നു എന്ന് പറയുന്ന സിറ്റുവേഷൻസിലാണ് നമ്മൾ ഇഫ് ക്ലോസിൽ പാസ്റ്റ് പെർഫെക്റ്റും മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3യും യൂസ് ചെയ്യുന്നത്.
അപ്പോൾ പാസ്റ്റ് ആക്ഷൻസ് ആണ്, അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഒരിക്കലും പോസിബിൾ അല്ലാത്ത കാര്യം അല്ലേ, ഒരിക്കലും പോസിബിൾ അല്ലാത്ത കാര്യം വരുമ്പോഴാണ് നമ്മൾ ഇഫ് ക്ലോസിൽ പാസ്റ്റ് പെർഫെക്റ്റും മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3. ഇപ്പം ഞാൻ എക്സാമിനേഷനിൽ ഫെയിലായി എന്ന് വിചാരിക്കുക, എക്സാമിനേഷനിൽ ഞാൻ ഫെയിലായിരിക്കുവാണ്. അപ്പം ഞാൻ പറയുവാണ് ഇഫ് ഐ ഹാഡ് സ്റ്റഡീഡ് വെൽ, ഇഫ് ഐ ഹാഡ് സ്റ്റഡീഡ് വെൽ ഐ വുഡ് ഹാവ് പാസ്ഡ് അല്ലേ. ഇപ്പോൾ എക്സാമിനേഷനിൽ ഞാൻ ഫെയിലായിരിക്കുന്ന സമയത്ത് ഞാൻ പറയുവാണ് ഞാൻ നന്നായി അന്നേ പഠിച്ചായിരുന്നെങ്കിൽ ഞാൻ എക്സാമിനേഷനിൽ പാസ്സാവുമായിരുന്നു. ഇപ്പം ഞാൻ എന്താണ്, ഇപ്പം ഞാൻ ഫെയിലായിരിക്കുവാണ്, കാരണം ഞാൻ അന്ന് പഠിച്ചില്ല, അന്ന് ഞാൻ പഠിക്കാത്തതുകൊണ്ട് ഇന്ന് ഞാൻ ഫെയിലായി. അപ്പോൾ ആ സമയത്താണ് ഞാൻ എൻ്റെ റിഗ്രറ്റ് ഞാൻ പറയുവാണ് അന്ന് ഞാൻ പഠിച്ചായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഈ സ്ഥിതി വരില്ലായിരുന്നു, ഞാൻ ഇന്ന് എക്സാമിനേഷനിൽ പാസ്സാവുമായിരുന്നു. അപ്പം ഇറ്റ് നെവർ ഹാപ്പൻസ് അല്ലേ, ബിക്കോസ് വി നോ വി കനോട്ട് ചേഞ്ച് പാസ്റ്റ് ആക്ഷൻസ്. നേരത്തെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ അത് അങ്ങനെ ആയായിരുന്നെങ്കിൽ എന്നൊക്കെ പറയുന്ന സിറ്റുവേഷൻസിലാണ് നമ്മൾ ഈ തേർഡ് കേസ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? യെസ്. അപ്പം നമ്മൾ പറയുമ്പം ദറ്റ്സ് ഓൾ അബൌട്ട് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. നമ്മൾ പറഞ്ഞു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിനൊരു കണ്ടീഷൻ വെക്കുക, അതാണ് നമ്മുടെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അങ്ങനെ ആ സമയം വരെ, അല്ലെങ്കിൽ ഈ ആക്ഷൻ നടക്കണത് വരെ, അല്ലെങ്കിൽ ഈ ആക്ഷൻ നടന്നു കഴിഞ്ഞ്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ എന്നൊക്കെ പറയുന്ന സിറ്റുവേഷൻസിലൊക്കെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ഇങ്ങനൊരു ഇത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ എന്നൊക്കെ പറയുന്ന സിറ്റുവേഷൻസിൽ അങ്ങനത്തെ ഒരു കണ്ടീഷൻ വെക്കണ അത്തരം സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സിന് പൊതുവേ 2 ക്ലോസ് ഉണ്ടാവും. ഒന്ന് കണ്ടീഷണൽ ക്ലോസ് ആയിരിക്കും, ഒന്ന് മെയിൻ ക്ലോസ് ആയിരിക്കും. ആ സ്റ്റേറ്റ്മെൻറ്റിൽ ഏത് പാർട്ടിലാണോ നമ്മൾ കണ്ടീഷൻ പറയുന്നത് അത് നമ്മുടെ കണ്ടീഷണൽ ക്ലോസും, നമ്മുടെ മെയിൻ ആക്ഷൻ എന്താണോ അതാണ് നമ്മുടെ മെയിൻ ക്ലോസ്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തത് ഇഫ് എന്നുള്ള കണ്ടീഷൻ വേർഡാണ് ഇഫ് ക്ലോസും മെയിൻ ക്ലോസും. ഇഫ് ക്ലോസ് മെയിൻ ക്ലോസിൽ നമുക്ക് 3 കേസ് ഉണ്ട്. ഒന്ന് നമ്മൾ ഇഫ് ക്ലോസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസും മെയിൻ ക്ലോസ് സിമ്പിൾ ഫ്യൂച്ചറും. അതായത് ഒരു കാര്യം ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ അതങ്ങനെ സംഭവിക്കും, ഫ്യൂച്ചറിൽ അത് നടക്കാൻ സാധ്യത ഉള്ള ഒരു കാര്യമാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് കേസ് യൂസ് ചെയ്യും. രണ്ടാമത്തെ കേസ് എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ ആണെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തേനെ, അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക ഇപ്പം നീ വന്നെങ്കിൽ നമുക്ക് പോവാം, നീ വന്നെങ്കിൽ നമുക്ക് പോവാമെന്നല്ല, എന്താ പറയാം ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഇഫ് ഐ വെയർ എ ബേർഡ് ഐ വുഡ് ഫ്ലൈ ടു അമേരിക്ക. ഇപ്പം ഞാനൊരു ബേർഡ് ആണെങ്കിൽ ഞാൻ അമേരിക്കയിലേക്ക് പറക്കും. ഇപ്പം ഞാൻ ബേർഡും അല്ല, അമേരിക്കയിലേക്ക് പറക്കാനും പറ്റില്ല, പക്ഷെ ഞാൻ ബേർഡ് ആണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യും. അങ്ങനെ തിയററ്റിക്കലി പോസിബിളായ ഒരു കാര്യം, ആ ഒരു സംഭവം തിയററ്റിക്കലി പോസിബിളാണ്, പക്ഷേ പ്രാക്ടിക്കലി അത് പോസിബിൾ അല്ല. ബിക്കോസ് ഇപ്പം നമ്മുടെ കയ്യിൽ അതില്ല, അല്ലെങ്കിൽ ഇപ്പം നമ്മളതല്ല. ഇഫ് ഐ വെർ റിച്ച് ഐ വുഡ് എന്താ പറയുക ഐ വുഡ് ട്രാവൽ ഓൾ ഓവർ ദ വേൾഡ്. അല്ല, ഞാൻ റിച്ച് ആയിരുന്നെങ്കിൽ ഞാൻ ലോകം മുഴുവനും ഞാൻ കറങ്ങിയേനെ. ഇപ്പം ഞാൻ റിച്ചും അല്ല, അതുകൊണ്ട് എനിക്ക് ലോകം മുഴുവൻ കറങ്ങാനും പറ്റില്ല. അങ്ങനത്തെ സിറ്റുവേഷൻസിലാണ് നമ്മൾ രണ്ടാമത്തെ കേസ് യൂസ് ചെയ്യുന്നത്. മൂന്നാമത്തെ കേസ് എന്താണ്? നമ്മുടെ ഇഫ് ക്ലോസിലെ ആക്ഷൻ അതൊരു പാസ്റ്റ് ആക്ഷനാണ്. പാസ്റ്റിൽ ആ കാര്യം കഴിഞ്ഞു പോയി. അപ്പോൾ പാസ്റ്റിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ അങ്ങനെ ചെയ്തില്ല, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്തു, അതിൻ്റെ ഫലം നമുക്ക് എന്തായി വന്നു? റിവേഴ്സായി വന്നു. ഞാൻ അങ്ങനെ പഠിച്ചായിരുന്നെങ്കിൽ ഞാൻ ഇന്നിങ്ങനെ ഫെയിൽ ആവില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു സംഭവം ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ. ബിക്കോസ് ഇഫ് ക്ലോസിലെ കാര്യം എന്തായി? അത് ഓൾറെഡി കഴിഞ്ഞുപോയി. അങ്ങനത്തെ കേസസിലാണ് നമ്മൾ തേർഡ് കേസ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ നമ്മുടെ ഇത്രയും ലെങ്തി ആയ ഈ ഒരു വെർബിൻ്റെ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വെർബിൽ നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയ പാർട്ട് ബാക്കിയുണ്ട്. അതാണ് നമ്മുടെ എന്താ പറയുക ടെൻസസ്. അത് നമുക്ക് സെപ്പറേറ്റ് സെഷനായിട്ട് കണ്ടക്ട് ചെയ്യാം. ടെൻസസിൻ്റെ സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻറ്റിൽ ഇപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു 10-100ഓളം ക്വസ്റ്റ്യൻസ് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം അല്ലേ? യെസ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വെർബിൻ്റെ ഈ ഒരു സെഷൻ നമുക്ക് തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം. ഒരു പാർട്ട് ബാലൻസ് ഉണ്ട്, അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കണ്ടക്ട് ചെയ്യാം.
വെർബിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോമെൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. അവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും അപ്കമിങ് സെഷൻസിൽ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. യെസ്, കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സും നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. യെസ്, അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ ബാങ്ക് എക്സാമിനേഷന് വേണ്ടിയിട്ടും എൻട്രൻസ് എക്സാമിനേഷൻസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ഒരു സ്റ്റുഡൻറ്റ് പഠിക്കുന്ന സമയത്ത് അവർക്ക് എന്ത് ക്വാളിറ്റിയിലാണോ അവിടെ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ നോളജ് പ്രൊവൈഡ് ചെയ്യുന്നത് അതേ ക്വാളിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യാനാണ് നമ്മുടെ ഈ ചാനലിലും നമ്മൾ ശ്രമിക്കുന്നത്. കുറേയൊക്കെ അതിന് പറ്റുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കോമെൻറ്റ് സെക്ഷനിൽ വന്ന് പറഞ്ഞാൽ മതി. നമുക്ക് സമയം പോലെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. എൻ്റെ മനസ്സിലും കുറച്ച് ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആദ്യം ഞാൻ വിചാരിച്ചു നമുക്ക് കുറച്ച് പോർഷൻസും കാര്യങ്ങളൊക്കെ കവർ ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. യെസ്, അപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ബാങ്ക് എക്സാമിനേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എൻട്രൻസ് എക്സാമിനേഷൻസിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ഈ ചാനലിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പം നിങ്ങളും ഈ ഒരു ചാനൽ എന്താണ് പറയുക, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കണതെങ്കിൽ യെസ്, പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പം നെക്സ്റ്റ് സെഷനിൽ നമ്മുടെ മിഷൻ ബാങ്കറിൻ്റെ നെക്സ്റ്റ് സെഷനിൽ വേറെ ഒരു പുതിയ ടോപ്പിക്കൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.